ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ നൈറ്റ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ എറണാകുളത്താണ്. അപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാനും ഏട്ടനും അമ്പുടും കൂടിയിട്ട് മലപ്പുറം പോയിട്ടോ. മലപ്പുറം പോയപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് കല്യാണ ബിരിയാണി കഴിച്ചാലോ എന്ന്. അങ്ങനെ ഞാനും ഏട്ടനും അമ്പുടും കൂടിയിട്ട് അവിടെ എത്തിയിട്ട് അവർ ഇലയിലൊക്കെ കേട്ടോ നമുക്ക് അവിടെ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ചില്ലിയോ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇലയിലാണ് കേട്ടോ അവർ ഫുഡ് തരുന്നത്. അങ്ങനെ ആ ചേട്ടതാ ഞങ്ങൾക്ക് 3 പേർക്കും ഇലയൊക്കെ ഇട്ടിട്ട് അതിൽ സാലഡും അച്ചാറൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണി ആട്ടോ, നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. അപ്പോൾ എനിക്ക് ബീഫ് ബിരിയാണി ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഏട്ടന് നല്ല ഇഷ്ടമാട്ടോ ബീഫ് ബിരിയാണി. അങ്ങനെ ഏട്ടൻ ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ബീഫ് ബിരിയാണി. ഞാനും അമ്പോഴും ചിക്കൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റോളം അവിടെ ഞങ്ങൾ ഇലയും സാലഡൊക്കെ വിളമ്പിയിട്ട് പോസ്റ്റായി ഇരുന്നിട്ടുണ്ടാവും കേട്ടോ. ഇത്രയും തിരക്കായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പൂടും അതിൻ്റെ ഇടയിൽ കൂടെ അച്ചാറൊക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പപ്പടമൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അത് കഴിഞ്ഞ് അമ്പൂട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് എന്തൊക്കെ പപ്പടം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്ന് ലാസ്റ്റ് ഞങ്ങളുടെ ഇലയിലുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സാലഡും അച്ചാറും പപ്പടമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരിയാണി വരാൻ കുറച്ചധികം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ചേട്ടൻ ഇലയിൽ വിളമ്പിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഏട്ടൻ്റെ ബീഫ് ബിരിയാണി കൊടുന്നു കേട്ടോ ചേട്ടൻ. അങ്ങനെ ബീഫ് ബിരിയാണി ഇട്ട് കൊടുത്ത് ഏട്ടനെ. പിന്നെ ചിക്കൻ ബിരിയാണി ഞാനും ഇന്ത്യയും അമ്പുടുവേണ്ടിയും ഇലയിൽ വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പൂട് പറഞ്ഞു ചില്ലി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ചില്ലി ഓർഡർ ചെയ്തു കേട്ടോ. ചില്ലി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചത് വയറ് നിറഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങൾ ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അവിടുന്ന് ഞാൻ പൈനാപ്പിളും കഴിച്ചു, ഏട്ടൻ മാങ്ങയും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ കഴിച്ചിറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.